പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച. അപ്പം അതിൽ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറയുന്ന ഒരു പോയിന്റാണ്. ശ്രീല പ്രഭുപാദ് ഭക്ഷണം കഴിക്കുന്ന രീതികളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ശ്രീല പ്രഭുപാദിന് നല്ല വിശപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നത്. മഹാരാജ് പറയുന്നത് പ്രഭുപാദ് പ്രസാദം കഴിക്കുന്നത് ഏകദേശം 45 മിനിറ്റ് എടുത്തിട്ടാണ് കഴിക്കുന്നതെന്ന് പറയും. പ്രഭുപാദ് കണ്ണടച്ചിരുന്ന് ചവയ്ക്കുന്നതൊക്കെ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് കഴിക്കുന്നതെന്ന് പറയും. ഇന്ത്യയിലായിരുന്നപ്പം പ്രഭുപാദ് ശിഷ്യന്മാരും ഉണ്ടായിരുന്ന സമയത്ത് വെൽത്തി ആയിട്ടുള്ള ഈ ഇന്ത്യൻസ് അവരെ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിക്കും. അപ്പം പ്രഭുപാദ് ആ ടേബിളിന്റെ ഹെഡായിട്ടുള്ള പൊസിഷനിലിരിക്കും, ബാക്കി എല്ലാവരോടും ചുറ്റും ഇരിക്കും. ഡിസൈപ്പിൾസ് ഒക്കെ ഇരുന്നിട്ട് പ്രഭുപാദ് പറയും നൗ ഈ ഈറ്റ് എന്ന് പറയും. അങ്ങനെ ഓരോ പ്രഭുപാദ് വളരെ അപ്രിഷ്യേറ്റീവായിട്ടാണ് എല്ലാവരോടും എല്ലാ ഗസ്റ്റുകൾ കൊടുക്കുന്നതും അത് എല്ലാ ഹോസ്റ്റ് കൊടുക്കുന്നതും അത് വളരെ ശ്രദ്ധാപൂർവ്വം അത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് പ്രഭുപാദ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയും. അങ്ങനെ പ്രഭുപാദ് പറയാറുണ്ട് നൗ ബൈ ഈറ്റിംഗ് വി ആർ പ്രീച്ചിങ് എന്ന് പറയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വഴി നമ്മൾ പ്രീച്ചിങ് ചെയ്യുകയാണ് എന്ന് പറയും. പ്രഭുപാദ് ഗുജറാത്തിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ വെൽത്തി ആയിട്ടുള്ള ഭാരതീയരും ഇങ്ങനെ പ്രഭുപാദിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കും പ്രസാദം കൊടുക്കാനായിട്ട്. അങ്ങനെ പ്രഭുപാദ് പറഞ്ഞു ഞാൻ ഏത് വീട്ടിൽ പോയാലും ആ വീട്ടിലെ ഒരാൾ ലൈഫ് മെമ്പർ ആവുകയാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിക്കാം എന്നിങ്ങനെ പറയും. അങ്ങനെ പ്രഭുപാദ് ആ ഒരു ഇത് വെച്ചിട്ട് 30 ദിവസം ഉണ്ടായിരുന്നു പ്രഭുപാദ് അവിടെ. 30 ദിവസം 30 ലൈഫ് മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ അപ്പം അങ്ങനെ പ്രഭുപാദിന്റെ ഭക്ഷണ രീതി അത് തമാൽ കൃഷ്ണ മഹാരാജ് അതും നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രഭുപാദിന്റെ ആ രീതി വെച്ച് പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യമായിട്ട് അത് പ്രഭുപാദ് റിയലി അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഭക്ഷണം എടുക്കുമ്പോഴും അത് ഭഗവാൻ തന്ന കാരുണ്യമായി കണ്ട് അത് വളരെ മെഡിറ്റേറ്റീവായിട്ട് കഴിക്കുന്നത്, അതിന്റെ ഓരോ വ്യത്യസ്തമായ ഫ്ലേവറുകളും മനസ്സിലാക്കി അത് കഴിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നു. മഹാരാജ് പറയും നമ്മളെപ്പോലെ പെട്ടെന്ന് കഴിച്ചിട്ട് ഓടുന്ന പോലല്ല, അത് ഭഗവാന്റെ കാരുണ്യമാണ്, അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് പ്രഭുപാദ് അതിലൂടെ എന്ന് വെച്ചാൽ. ആ ഒരു അത്രയും സമയം എടുന്ന് പതുക്കെ കഴിക്കുന്നതുകൊണ്ട് ആ ഗസ്റ്റിനും അത്രയും ഹോസ്റ്റിനും അത്രയും സന്തോഷമാവും അങ്ങയുടെ ഓരോ വിഭവങ്ങൾ പ്രഭുപാദ് ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പൊ അത് രണ്ട് രീതിയിൽ ഒന്ന് മെഡിറ്റേഷനുമാണ്, രണ്ട് പ്രീച്ചിങ്ങുമാണെന്ന് പ്രഭുപാദ് താൻ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കാണിച്ചു തന്നു എന്നുള്ളത് തമാൽ കൃഷ്ണ മഹാരാജ് അവിടെ പറയുന്നു.